إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, നമുക്ക് എല്ലാവിധ നന്മയിലേക്കുള്ള മാർഗനിർദ്ദേശവുമായിട്ടാണ് നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വാക്കുകൾ പരിശോധിക്കുന്ന ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടുത്തെ സംസാരങ്ങളിൽ മുഴുവനും നന്മയിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ എല്ലാവിധ തിന്മകളിൽ നിന്നും നമുക്ക് അകലം പാലിക്കാൻ സാധിക്കുന്നതായ കാര്യങ്ങളാണ് അവിടെ നിന്നും നമുക്ക് നിർദ്ദേശങ്ങളാക്കി നൽകിയിരിക്കുന്നത്. ആ കാര്യങ്ങളാകട്ടെ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നമ്മെ അറിയിക്കുക എന്നുള്ള ഒരു രീതി സ്വീകരിച്ചത് കാണാൻ സാധിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് നൽകിയിട്ടുള്ള ഒരു മുഅ്ജിസത്താണ്. കുറഞ്ഞ വാക്കുകളിൽ ഒരുപാട് ആശയങ്ങൾ നമ്മെ പഠിപ്പിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുമുണ്ട്, ഇന്നി ഉഅതീതു ജവാമിഉൽ കലിം, എനിക്ക് ജവാമിഉൽ കലിം നൽകപ്പെട്ടിരിക്കുന്നു. പണ്ഡിതന്മാർ പറഞ്ഞു, ജവാമിഉൽ കലിം എന്ന് പറഞ്ഞാൽ മാ ഖല്ല മബ്നാഹു വ കസുറ മഅനാഹു, കുറഞ്ഞ വാക്കുകളിൽ ഒരുപാട് ആശയങ്ങൾ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന വാക്കുകൾക്കാണ് അങ്ങനെ പറയുക എന്നുള്ളത്. സഹോദരങ്ങളെ, അങ്ങനെയുള്ളൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് ഉദ്ധരിച്ചു തരികയാണ്. അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത് വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനപ്പെട്ട 3 മര്യാദകൾ, നമുക്കൊക്കെ ജീവിതത്തിൽ നിത്യവും ആവശ്യമായി വരുന്ന 3 മര്യാദകളാണ് സഹോദരങ്ങളെ ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അവിടുന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, അവൻ ഖൈറായ കാര്യങ്ങൾ പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് ഹദീസുകളിലും മറ്റുമൊക്കെ കാണുന്ന ഒരു ശൈലിയാണ്, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്രകാരം ചെയ്യട്ടെ, അല്ലെങ്കിൽ അതിൽ അവൻ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കട്ടെ. ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഇത് സഹോദരങ്ങളെ, ഇത് ഒരു കാര്യത്തെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഒരു നന്മയാണ് ശേഷം പറയുന്നതെങ്കിൽ ആ നന്മ നമ്മൾ നന്നായി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രേരകങ്ങളായ കാര്യങ്ങളാണ് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയാണെങ്കിൽ എന്ന കാര്യം. നീ ഈ നന്മയെക്കുറിച്ച് മനസ്സിലാക്കിക്കോളൂ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന നീ ഈ പറയുന്ന നന്മ നീ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ
പരലോകത്ത് വെച്ച് ഇതിന്റെ പ്രതിഫലം നിനക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആ ബോധ്യത്തോടുകൂടി ഈ പറയാൻ പോകുന്ന നന്മകൾ നീ വാരി പുണർന്നോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ നിർദ്ദേശമാണ്. ഇനി ശേഷം പറയുന്ന കാര്യങ്ങൾ ഒരു വിലക്കിനെ കുറിച്ചാണെങ്കിൽ, അള്ളാഹുവിനെയും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ശിക്ഷ, ഇതിന്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുമെന്നുള്ള താക്കീതായിരിക്കും സഹോദരങ്ങളെ അത്തരം വാക്കുകളിൽ ഉണ്ടായിരിക്കുക. അതാണ് അതിന്റെ പിന്നിലുള്ള യുക്തി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. എന്താണ് സഹോദരങ്ങൾ ഒന്നാമത്തെ കാര്യമായി പറഞ്ഞത്? ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. ഒരു സഹോദരങ്ങളെ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്, നമ്മളൊക്കെ ആവർത്തി കേട്ടിട്ടുള്ള കാര്യമാണ്. നാം ഈ പറയുന്ന സംസാരങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള, തയ്യാറായി നിൽക്കുന്ന, അതിനുവേണ്ടി പതിയിരിക്കുന്നതായ മലക്കുകൾ അത് രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അല്ലാഹു തആല സൂറത്തു ഖാഫിൽ പറഞ്ഞല്ലോ, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മാ യൽഫിളു മിൻ ഖൗലിൻ, നമ്മുടെ വായിൽ നിന്നും ഒരു വാക്കും പുറത്തേക്ക് വരുന്നില്ല. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകരായിട്ടുള്ള മലക്കുകൾ അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ എന്തു പറഞ്ഞാലും സഹോദരങ്ങൾ അത് രേഖപ്പെടുത്താൻ ഒരു മലക്കിനെ അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുകയാണ്. നമ്മൾ പറയുന്ന നന്മയാകട്ടെ, നമ്മൾ പറയുന്ന തിന്മയാകട്ടെ, അതെല്ലാം രേഖപ്പെടുത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളത് എത്ര ഗൗരവമുള്ള കാര്യമാണ്. നമ്മുടെയൊക്കെ സംസാരങ്ങൾ ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ലയിച്ചു പോകുന്നത് പോലെ അങ്ങനെ പോകുകയില്ല. നമ്മൾ ആരും അങ്ങനെ ധരിക്കേണ്ടതില്ല. നമ്മൾ എന്തു പറഞ്ഞുവോ അത് നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ രേഖയായി കിടക്കുന്നുണ്ട്. അത് നമുക്കൊരു പക്ഷേ എതിരെയായിട്ടുള്ള സാക്ഷിയായേക്കാം, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമാകുന്ന അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളായേക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ ഈ കാര്യം നമ്മൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടേയിരിക്കേണ്ട ഒരു ആയത്താണ് നമ്മൾ പറയുന്ന കാര്യം. ഇത് മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കൂ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സഹാബിയായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് ദീനുൽ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട സൽക്കർമ്മങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശമാണ്, സുദീർഘമായിട്ടുള്ളൊരു ഹദീസാണ്. പ്രധാനപ്പെട്ട നിസ്കാരങ്ങളെക്കുറിച്ച്, നോമ്പിനെക്കുറിച്ച്, സദഖയെക്കുറിച്ച്, നിർബന്ധ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം പറഞ്ഞതിന് ശേഷം അതാത് ഇനത്തിലുള്ള സുന്നത്തായ കാര്യങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. രാത്രി നിസ്കാരം ഉൾപ്പെടെയുള്ള, സദഖകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സൽക്കർമ്മങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് ഒരു വളരെ ഗൗരവത്തിൽ ഒരു കാര്യം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാവ് ഇങ്ങനെ നീട്ടിപ്പിടിച്ച്, ആ നാവ് നീട്ടിവെച്ച് കൈകൊണ്ട് രണ്ടും പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറഞ്ഞു, അംസിക് അലൈക ഹാദാ, മുആദ് നീ ഇത് പിടിച്ചു വെക്കുക തന്നെ വേണം, നീ ഇത് പിടിച്ചു വെക്കുക തന്നെ വേണം. അദ്ദേഹം പറയുകയാണ്, വഅഖദ ബിൽസാനി നഫ്സിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാവ് കൈകൊണ്ട് പിടിച്ചിട്ടാണ് ആ പറഞ്ഞത്. അല്ലെ, ഗൗരവം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. നാവ് പുറത്തേക്ക് നീട്ടി അത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, അല്ലാഹുവിന്റെ റസൂലേ, ഇതാ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അത് പിടിക്കപ്പെടുന്നതാണോ? ഇതിന്റെ പേരിൽ ശിക്ഷയും മറ്റുമൊക്കെ ഉണ്ടോ എന്നുള്ളത് മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞു, സകിലത്ക ഉമ്മുക യാ മുആദ്, ഉമ്മാക്ക് നിന്നെ നഷ്ടപ്പെടട്ടെ, നിന്റെ ഉമ്മാക്ക് നിന്നെ നഷ്ടപ്പെടും. അത്ര ഗൗരവമുള്ള കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. വഹൽ യകുബുന്നാസ് അലാ മനാഖിരിഹിം ഔ ഖാല അലാ വുജൂഹിഹിം ഇല്ലാ ഹസാഇദു അൽസിനതിഹിം, ജനങ്ങൾ അവരുടെ മൂക്കുകുത്തി അതല്ലെങ്കിൽ മുഖം കുത്തി നരകത്തിലേക്ക് പതിക്കുന്നത് ഈ നാവ് കൊയ്തെടുത്ത കാര്യങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ആണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്താലും ശരി, അതിനെല്ലാം തച്ചുടച്ച് കളയാൻ മാത്രം പോകുന്നതാണ് നമ്മുടെ എല്ലില്ലാത്ത ഈ ഇറച്ചി കഷ്ണം എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകാൻ പാടില്ല. ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഒരു മനുഷ്യൻ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് തിഹാമ പർവ്വതം, അതാ വലിയൊരു പർവ്വതമാണ്, അത്രയും പർവ്വതക്കണക്കെ സൽക്കർമ്മങ്ങൾ അവൻ ചെയ്തു കൂട്ടിയിട്ടുണ്ടാകും. പക്ഷെ അവൻ പറഞ്ഞ ചില വാക്കുകൾ, അവന്റെ നാവുണ്ടാക്കിയിട്ടുള്ള ചില വിനകൾ, അതിനെല്ലാം തച്ചുടച്ച് തകർത്ത് തരിപ്പണമാക്കി കളയുന്നത് അവൻ ഖേദത്തോടുകൂടി കാണേണ്ടി വരുമെന്നുള്ളതാണ്. ഏതെങ്കിലും താന്തോന്നികളെ കുറിച്ചല്ല പറഞ്ഞത്, ഏതെങ്കിലും അമലുകളില്ലാത്ത തെമ്മാടികളെ കുറിച്ചല്ല പറയുന്നത്. നിസ്കാരവും നോമ്പും സക്കാത്തും സദഖകളും രാത്രി നിസ്കാരവും ഒക്കെയുള്ള ആളുകൾ, അവർക്കാണല്ലോ അത്രയും വലിയ അമലുകൾ ഉണ്ടാവുക. അവരുടെ നാവുകൾ ശ്രദ്ധിക്കാത്തതിന്റെ കാരണത്താൽ ആ നാവ് അതിനെല്ലാം തകർത്തെറിയുന്നതായിട്ട്
നിനക്ക് കാണേണ്ടി വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒന്നാമത്തെ ഉപദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞല്ലോ, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ, ഒരു മനുഷ്യൻ അവനൊരു വാക്ക് സംസാരിക്കും, മാ യതബയ്യനു ഫീഹാ, അതിനൊരു വ്യക്തതയില്ലാത്ത രൂപത്തിലുള്ള ചില വാക്കുകളാണത്. നന്മയാണോ തിന്മയാണെന്ന് ശ്രദ്ധിക്കാതെ, ഒരു ഗൗരവം കൊടുക്കാതെ ചില വാക്കുകൾ ചിലർ സംസാരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പരിണിത ഫലം പറയുന്നു, യസില്ലു ബിഹാ ഫിന്നാരി അബ്അദ മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്, അത് അവനെ നരകത്തിലേക്ക് പതിപ്പിക്കുന്നത് ചില്ലറ ദൂരത്തേക്കല്ല, കിഴക്കും പടിഞ്ഞാറും എത്രയധികം ദൂരമായി കിടക്കുന്നുവോ അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാവുന്ന ഏറ്റവും വലിയ ദൂരം, കിഴക്കും പടിഞ്ഞാറുമാണ്. അത്രയും ആഴത്തിലേക്ക് അവൻ നരകത്തിൽ പതിപ്പിക്കാൻ മാത്രം കാരണമായതൊരു വാക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ പറയുന്ന മനുഷ്യരെന്നൊക്കെ പറയുന്നത് അതിൽ ഞാനും നിങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. അവിടുന്ന് തന്നെ പറഞ്ഞല്ലോ, മൻ യദ്മൻ ലി മാ ബൈന ലിഹ്യൈഹി വഫഖിദൈഹി അൽമൻ ലഹു അൽ ജന്ന, ആരെങ്കിലും അവന്റെ രണ്ട് താടിയെല്ലിനിടയിലുള്ള അഥവാ നാവിനെയാണ് ഉദ്ദേശിച്ചത്, അതുപോലെ തന്റെ തുടക്കിടയിലുള്ള അഥവാ ലൈംഗിക അവയവത്താണ് ഉദ്ദേശിച്ചത്, അതാരെങ്കിലും എനിക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ, അഥവാ അള്ളാഹുവിന് ധിക്കരിക്കുന്ന രൂപത്തിൽ ഇവ രണ്ടും ഞാൻ ഉപയോഗിക്കുകയില്ല എന്നാരെങ്കിലും ജാമ്യം നൽകുകയാണെങ്കിൽ സ്വർഗം ഞാൻ അവന് ജാമ്യം നൽകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഹദീസിന്റെ കിതാബുകൾ പരിശോധിച്ചാൽ ഈ നാവുമായി ബന്ധപ്പെട്ട് ധാരാളക്കണക്കിന് ഹദീസുകൾ വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൽയഖുൽ ഖൈറൻ, അവൻ നല്ലത് പറയട്ടെ എന്നാണ്, നല്ലത് പറയട്ടെ എന്നാണ്. അപ്പോൾ നല്ലത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നല്ലതേ പറയണമെങ്കിൽ നല്ലതിന്റെ കീഴിൽ എന്തൊക്കെ ഉൾപ്പെടുമെന്നുള്ളത് സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതായ കാര്യങ്ങളെ 3 കാര്യത്തിൽ ഉൾപ്പെടുത്തിയത് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല പറയുന്നു, ലാ ഖൈറ ഫി കസീരിൻ മിൻ നജ്വാഹും, ജനങ്ങൾ ഇങ്ങനെ രഹസ്യമായിട്ടുള്ള സംഭാഷണങ്ങൾ, ആളുകൾക്കിടയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരുപാട് രഹസ്യ സംഭാഷണങ്ങളുണ്ട്, അതിൽ യാതൊരു നന്മയില്ല എന്ന് പറഞ്ഞിട്ട് നന്മയുള്ള സംസാരം എന്താണ്? ഇല്ലാ മൻ അമറ ബിസദഖ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. 3 കാര്യങ്ങൾ അവൻ ചെയ്യുകയാണെങ്കിൽ അതിൽ നന്മയുണ്ട്. അവൻ സദഖ കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കാൻ കുറച്ച് ആളുകൾ കൂടി നമുക്ക് പാവപ്പെട്ടവരെ സഹായിക്കണം, സദഖ കൊടുക്കാൻ വേണ്ടി ജനങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ആരെങ്കിലും കൂടിയിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഖൈറാണ്. ഔ മഅറൂഫിൻ, അല്ലെങ്കിൽ നന്മയായിട്ട് പൊതുവെ അറിയപ്പെടുന്ന കാര്യങ്ങളാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ അതും ഖൈറാണ്. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ സഹോദരങ്ങളെ രഞ്ജിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങൾ അത് ഖൈറാണെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അമറ ബിസദഖ, സദഖ കൊണ്ട് കൽപ്പിക്കാൻ വേണ്ടി കൂടിയതാണെങ്കിൽ ഖൈറാണെന്ന് പറഞ്ഞു. അഥവാ ജനങ്ങൾക്ക് നന്മയുണ്ടാക്കുന്ന കാര്യം, ജനങ്ങൾക്ക് ഉപകാരമുണ്ടാക്കുന്ന കാര്യം, അതെല്ലാം ഇതിൽ ഉൾപ്പെട്ടു എന്നാണ്. അതിൽ സദഖ തന്നെ വേണമെന്നില്ല. കാരണം ചില സംസാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നീ പറയുന്ന ഒരു കലിമത്തുൻ ത്വയ്യിബ, ഒരു നല്ല സംസാരം, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സമാധാനമുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന നിന്റെ സംസാരവും സദഖയാണ്. അപ്പൊ അതെല്ലാം നല്ല വാക്കുകളിൽ ഉൾപ്പെടുമെന്നുള്ളതാണ്. നല്ല നീയത്തുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആളുകളോട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന, ഒരു ടെൻഷൻ അടിച്ച് നടക്കുന്ന, പ്രയാസം രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് പോയി സാന്ത്വനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം ഖൈറായ വാക്കാണ്, അതെല്ലാം ഖൈറായ വാക്കാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഅറൂഫായ കാര്യങ്ങൾ സഹോദരങ്ങളെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുള്ളതായ കാര്യങ്ങളാണ്. ഖുർആൻ പാരായണങ്ങൾ, ദിക്റുകൾ, ദുആകൾ, സലാത്തുകൾ, ഇതെല്ലാം സഹോദരങ്ങളെ മഅറൂഫായ നന്മയായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളെ കൊണ്ട് ആളുകളോട് ഉപദേശിക്കുക എന്നുള്ളതെല്ലാം മഅറൂഫിൽ പെടുന്ന കാര്യമാണ്. അതിനെല്ലാം ഉപരി നാട്ടിൽ പൊതുവെ ആളുകൾ നന്മയായിട്ട് പറയുന്ന, ദീനിനെതിരാകാത്ത എല്ലാ കാര്യങ്ങളും അത് മഅറൂഫാണ്. അതെല്ലാം ഒരാൾക്ക് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം പറഞ്ഞത് ഇസ്ലാഹിൻ ബൈനന്നാസാണ്. തെറ്റി നിൽക്കുന്ന ആളുകൾക്ക് ഇടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ഒരാൾ മുൻകൈയെടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അത് ഖൈറാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ആ വാക്കുകളിൽ കളവുണ്ടെങ്കിൽ പോലും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കളവല്ല എന്നാണ് പറഞ്ഞത്. രണ്ടാളുകൾ തെറ്റി നിൽക്കുമ്പോൾ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ഒരാൾ സത്യമല്ലാത്ത കാര്യം പറയുകയാണെങ്കിൽ പോലും അതിനവിടെ കളവായി പരിഗണിക്കുകയില്ല. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഖൈറായിട്ടാണ് പരിഗണിക്കുക. ആ കളവ് പോലും അവിടെ നന്മയായി തീരുന്നു എന്നാണ് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന കാര്യങ്ങളല്ലാത്ത മറ്റെല്ലാ കാര്യങ്ങളും ഖൈറല്ലാത്ത കാര്യങ്ങളാണ്.
അതിനെ തൊട്ടൊരു മുസ്ലിമിന്റെ നിലപാട് ഔലിയസ്മുത്, അവൻ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. ആ മിണ്ടാതിരിക്കേണ്ട കാര്യം ഹറാമായ കാര്യങ്ങളാണെങ്കിൽ നിർബന്ധമായും മിണ്ടാതിരിക്കേണ്ടതുണ്ട്, അതല്ലെങ്കിൽ കുറ്റം കിട്ടുന്ന കാര്യമാണ്. ഹറാമായ കാര്യത്തെ തൊട്ടാണെങ്കിൽ മിണ്ടാതിരിക്കൽ അവന് വാജിബാണ്, നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കണം. ഇനി ഹറാമായ കാര്യങ്ങളൊന്നുമല്ല, എന്നാൽ വലിയ ഫായിദ ഇല്ലാത്ത, ഉപകാരമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അവന് മിണ്ടാതിരിക്കുകയാണെങ്കിൽ അത് വലിയ പുണ്യം കിട്ടുന്ന, ഒരുപാട് തിന്മകളിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുന്ന കാര്യമായിട്ട് സഹോദരങ്ങളെ മനസ്സിലാക്കണം. ഇതാണ് ഈ ഹദീസിന്റെ ഒന്നാമത്തെ ഭാഗം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ലത് പറയട്ടെ, നല്ലതാണെന്ന് ഉറപ്പുള്ളത് മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഔ ലിയസ്മുത്, മിണ്ടാതിരിക്കട്ടെ എന്നാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. രണ്ടാമതായി പറയുന്നു ആ കാര്യത്തിന്റെ വിഷയം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. വീണ്ടും എടുത്തു പറയുകയാണ്, കാരണം കാര്യം ഗൗരവമുള്ളതാണ്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയുക്രിം ജാറഹു, അവൻ തന്റെ ജാറിനെ, തന്റെ അയൽവാസിയെ ആദരിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ രണ്ട് തരം അയൽവാസിയെ കുറിച്ച് പറയുന്നുണ്ട്. ജാരിദിൽ ഖുർബും ജാരിൽ ജുനുബും. രണ്ട് അയൽവാസിയാണ്. ഒന്ന് അടുത്ത അയൽവാസി, വീടിനോട് ഏറ്റവും അടുത്ത അയൽവാസി. അതോടൊപ്പം തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഏറ്റവും അടുത്ത കുടുംബക്കാരും അതിൽ ഉൾപ്പെടുമെന്നുള്ളത്. രണ്ടാമത്തത് വീട്ടിൽ നിന്നും ദൂരെയായിട്ടുള്ളതും അതുപോലെ അകന്ന കുടുംബക്കാരും. ഇവരെല്ലാവരും ജാറിൽ പെടുന്ന കാര്യമാണ്. അതായത് അയൽവാസിയുടെ കൂട്ടത്തിൽ പെടുന്ന കാര്യമാണ് എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എത്രയാണ് അയൽവാസികളുടെ എണ്ണം? എത്ര ആളുകൾ നമ്മുടെ വീട്ടിൽ അയൽവാസികളുണ്ട്? പണ്ഡിതന്മാർ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ചിലർ പറഞ്ഞു ഒരു വീട്ടിന്റെ 4 ഭാഗത്തു നിന്നും 4 ദിക്കിൽ നിന്നും 40 വീടുകൾ വരെ നിന്റെ അയൽവാസികളാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ആ കാലഘട്ടത്തിലുള്ള ചില അഭിപ്രായങ്ങളാണ്. വേറെ ചിലർ പറഞ്ഞു നിന്നോടൊപ്പം 5 നേരം മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ വരുന്ന ആളുകളൊക്കെ നിന്റെ അയൽവാസികളാണ് എന്ന അഭിപ്രായവും കാണാം. ഏറ്റവും ശരിയായ അഭിപ്രായമായി പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് പൊതുവെ നാട്ടിൽ ഇന്ന ആളുകളൊക്കെ അയൽവാസികളാണെന്ന് പറയപ്പെടുന്ന ആളുകളൊക്കെ അയൽവാസികളാണ്. നമ്മുടെ അയൽപ്പക്കം എന്ന് പറഞ്ഞ് ആരൊക്കെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത് അവരെല്ലാവരും സഹോദരങ്ങളെ നമ്മുടെ അയൽവാസികളാണ്. അവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഫൽയുക്രിം, നീ അവരെ ആദരിക്കട്ടെ എന്നാണ്. ഫൽയുക്രിം ജാറഹു, അവന്റെ അതിഥിയെ, അവന്റെ അയൽവാസി ആദരിക്കട്ടെ എന്നാണ്. സഹോദരങ്ങളെ, എങ്ങനെയാണ് നമുക്ക് അയൽവാസി ആദരിക്കാൻ സാധിക്കുക? അയൽവാസി ആദരിക്കുമ്പോൾ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്താൽ ഈ പറയുന്ന ഹദീസിന്റെ പരിധിയിൽ എനിക്ക് പെടാൻ സാധിക്കും? പണ്ഡിതന്മാർ പറയുന്നു, നീ 3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. 3 കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ അയൽവാസിയോടുള്ള ഇക്റാം പൂർത്തിയായിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ ഈസാലുൽ ഖൈരി ഇലൈഹി, ആ അയൽവാസിക്ക് നന്മ നീ എത്തിക്കുക എന്നുള്ളതാണ്. എന്തെല്ലാം നന്മയുണ്ടോ നിന്റെ അയൽവാസിക്ക് ചെയ്യാൻ പറ്റുന്നത് ആ നന്മയെല്ലാം നീ എത്തിച്ചു കൊടുക്കുക. നിന്റെ സംസാരം മുതൽ തുടങ്ങേണ്ടതുണ്ട്. നിന്റെ നോട്ടവും നിന്റെ സംസാരവും എല്ലാം നന്മയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം. നിന്നിൽ നിന്നും ഒരു മോശം സംസാരം കേൾക്കേണ്ട അവസ്ഥ നിന്റെ അയൽവാസിക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരു ചീത്തവിളി അത് കേൾക്കുന്ന അവസ്ഥ നിന്റെ അയൽവാസിക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരു കുത്തുവാക്ക് അത് കേൾക്കേണ്ട അവസ്ഥ നിന്റെ അയൽവാസിക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സാധിക്കുന്നതായ നന്മകളൊക്കെ നീ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സ്വഹാബി അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞല്ലോ, യാ അബൂദർ, ഓ അബൂദർ, ഇദാ തബഖത മറകതൻ ഫഅക്സിർ മാഅഹാ വതഅഹദ് ജീറാനക, നീ കറി ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നീ നിന്റെ അയൽവാസിക്ക് കൊടുക്കാൻ തികയുന്നില്ലെങ്കിൽ ഫഅക്സിർ മാഅഹാ, നീ അതിൽ വെള്ളം കുർത്തിയിട്ടെങ്കിലും എന്ത് ചെയ്യണം? വതഅഹദ് ജീറാനക, നിന്റെ അയൽവാസിയെ പരിഗണിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു ഈ തആഹുദ് എന്ന് പറയുന്ന അറബിയിലുള്ള വാക്ക് 2 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്നാമത്തേത് അയൽവാസികളിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരെ നീ തേടിക്കൊടുക്കണം എന്നുള്ളതാണ്. കാരണം അയൽപ്പക്കങ്ങളിൽ വ്യത്യസ്ത ദർജകളിലുള്ള പദവികളിലുള്ള ആളുകൾ ഉണ്ടാകും, ധന്യരായ ആളുകൾ ഉണ്ടാകും, അതുപോലെ കൂടുതൽ ആവശ്യക്കാരായ ആളുകൾ ഉണ്ടാകും. അവരെ പരിഗണിച്ചുകൊണ്ട് അത്തരം അയൽവാസികളിലേക്ക് നീ പരമാവധി എത്തിക്കാൻ നോക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ആവർത്തി ചെയ്യുന്നതിനാണ് തആഹുദ് എന്നുള്ള വാക്ക് അറബിയിൽ ഉപയോഗിക്കുകയുള്ളൂ. അതുകൊണ്ട് അയൽവാസിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വർഷത്തിൽ 1 പ്രാവശ്യം അങ്ങനെയല്ല, മറിച്ച് സാധിക്കുന്നത് പോലെ ഇടയ്ക്കിടെ അങ്ങനെയുള്ള നന്മകളൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നാട്ടു നടപ്പ് പോലെ നല്ല രീതിയിലുള്ളൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാൽ കുറച്ച് അയൽവാസിക്ക് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മധുരങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ അയൽവാസിക്ക് കൊടുക്കുക എന്നുള്ളത് സഹോദരങ്ങളെ നല്ല കാര്യമാണ്. ഇസ്ലാം വളരെയധികം
പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നാമത് അയൽവാസിയോടുള്ള ബാധ്യതകളിൽ പെടുന്ന ഇക്രാമിൽ പെടുന്ന കാര്യമാണ് എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം നീ അവർക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കഫുല്ലാദ അൻ, അയൽവാസിക്ക് ഒരു ഉപദ്രവം നീ ഉണ്ടാക്കാൻ പാടില്ല. ഒരു തരത്തിലുള്ള ഉപദ്രവവും സഹോദരങ്ങളെ ഉണ്ടാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കേട്ടാൽ നമുക്ക് വളരെ ഗൗരവത്തിൽ പേടി തോന്നുന്ന കാര്യമാണ്. അവിടുന്ന് പറയുകയാണ് വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു ഒരുവൻ വിശ്വാസിയാവുകയില്ല, ഒരുവൻ വിശ്വാസിയാവുകയില്ല. ആരാണെന്ന് സഹാബത്ത് ചോദിച്ചു. മൻ യാ റസൂലല്ലാഹ്, ആരാണ് അല്ലാഹുവിന്റെ റസൂലേ? അവിടുന്ന് പറഞ്ഞു മൻ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹ്, ഏതൊരു അയൽവാസിയാണ്, ഏതൊരുവനാണ് തന്റെ അയൽവാസിയിൽ നിന്നും അവന്റെ ഉപദ്രവങ്ങളിൽ നിന്നും നിർഭയനല്ലാത്തത് അവൻ സ്വർഗത്തിലേക്ക് അവൻ വിശ്വാസിയായിട്ടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഒരു അയൽവാസിക്ക് തൊട്ടടുത്ത ആളുകളെ പേടിയാൻ, നമ്മുടെ അയൽവാസിക്ക് നമ്മളെ പേടിയാൻ, നമ്മളെപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിക്കുകയോ തക്കം കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മെ ചെയ്യുമോ എന്ന് പേടിച്ചുകൊണ്ട് നമ്മുടെ അയൽവാസിക്ക് കഴിയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആണയിട്ട് പറയുന്നു വല്ലാഹി ലാ യുഅ്മിൻ, അവൻ വിശ്വാസിയാവുകയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഗൗരവത്തിൽ ഒരു തരത്തിലുള്ള ഉപദ്രവം നമ്മുടെ അയൽവാസിക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരു നോട്ടം കണ്ടുപോലും പണ്ഡിതന്മാർ പറഞ്ഞു നമ്മുടെ ഒരു നോട്ടം പോലും അയൽവാസിക്ക് പ്രയാസമുണ്ടാക്കുന്നതാകാൻ പാടില്ല. അപ്പോൾ അതിനേക്കാളും സഹോദരങ്ങളെ എത്ര കാര്യങ്ങൾ അയൽവാസി ബന്ധങ്ങളിൽ ഈ രൂപത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാകുന്നു. ചില്ലറ കാര്യത്തിന്റെ പേരിൽ, എന്തെങ്കിലുമൊക്കെ ചില്ലറ കാര്യത്തിന്റെ പേരിൽ, നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ അയൽവാസികളുമായി തർക്കങ്ങളും കാലങ്ങളോളമുള്ള ബന്ധവിച്ഛേദനങ്ങളൊക്കെ നടക്കുന്നത് സഹോദരങ്ങളെ ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. മാത്രവുമല്ല അയൽവാസിക്ക് നീ എന്തെങ്കിലുമൊക്കെ ഉപദ്രവം ഉണ്ടാക്കുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ നീ അയൽവാസിയല്ലാത്ത ഒരാൾക്ക് ചെയ്യുന്നതിനേക്കാൾ 10 ഇരട്ടി കുറ്റമാണ് എന്നാണ്. 10 ഇരട്ടി കുറ്റമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ലഅൻ യസ്നിയ അർറജുലു ബിഅശ്രി നിസ്വ ഐസറു അലൈഹി മിൻ അൻ യസ്നിയ ബിംറഅത്തിൻ ജാരിഹ്. ആരെങ്കിലും 10 സ്ത്രീകളുമായി വ്യഭിചരിക്കുന്നതാണ് തന്റെ അയൽവാസിയുടെ ഭാര്യയുമായി വ്യഭിചരിക്കുന്നതിനേക്കാളും അവന് കുറഞ്ഞിട്ടുള്ളത്, അഥവാ ഏറ്റവും ഗൗരവമുള്ളത് നിന്റെ അയൽവാസിയുമായിട്ടുള്ള തിന്മയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഹദീസിനോടൊപ്പം തന്നെ കാണാൻ സാധിക്കുകയാണ് നീ ഏതെങ്കിലുമൊക്കെ 10 വീടുകളിൽ നിന്നും മോഷ്ടിക്കുന്നതാണ് നിന്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്നും വല്ലതും മോഷ്ടിക്കുന്നതിനേക്കാളും നിനക്ക് കുറഞ്ഞ തിന്മ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സഹോദരങ്ങളെ എത്ര ഗൗരവമുള്ള കാര്യമാണ്. ഇതിൽ നിന്നും പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് ഏതൊരു തിന്മയും നീ നിന്റെ അയൽവാസിയോട് ചെയ്യുന്നത് അത് 10 ഇരട്ടി ഗൗരവമുള്ള കാര്യമാണ്, ഏത് തിന്മയാകട്ടെ. അതുകൊണ്ട് നമ്മളിൽ നിന്നും ഒരു തിന്മയും സഹോദരങ്ങളെ നമ്മുടെ നാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ അയൽവാസിക്ക് ഉണ്ടാകുകയില്ല എന്ന കാര്യം നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് ഇആനതുഹു അലൽ ഖൈർ, അയൽവാസിക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ വേണമെങ്കിൽ സാധിക്കുന്നത് പോലെ ചെയ്തു കൊടുക്കുക. സാമ്പത്തികമായ സഹായം വേണോ, നമ്മളടുത്ത് പണമുള്ള ആളാണോ, സഹോദരങ്ങളെ സാധിക്കുന്നത് പോലെ കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ശാരീരികമായി അവർ വീട്ടിൽ ജോലിയുണ്ട്, ഒരു പണിയുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമുണ്ട്, സഹോദരങ്ങളെ സാധിക്കുന്നത് പോലെ അയൽവാസിയെ സഹായിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു, അവനവന്റെ അയൽവാസി ആദരിക്കട്ടെ എന്നുള്ള പരിധിയിൽ പെടുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വളരെ കൃത്യമായി നല്ല രീതിയിൽ നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ പുലർത്താൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وسلم. സഹോദരങ്ങളെ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ അതിഥിയെ ആദരിക്കട്ടെ എന്നാണ് പറയുന്നത്. അതിഥികൾ സഹോദരങ്ങളെ 2 രൂപത്തിലുള്ള അതിഥികൾ ഉണ്ടാകാം. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ആരെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിലേക്ക് വിരുന്നു വരുന്നവരുണ്ടാകാം, അവർ അതിഥികളാണ്. അതുപോലെ തന്നെ ദൂരനാടുകളിൽ നിന്നും നമ്മുടെ വീടുകളിലേക്ക് വരുന്നവരുണ്ടാകാം, അവരും അതിഥികളാണ്. ഇതിൽ രണ്ടാമത് പറഞ്ഞ ദൂരനാട്ടിൽ നിന്ന് വരുന്ന അതിഥികളെ ആദരിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരെ ഒരു ദിവസം അവർക്ക് ആതിഥേയത്വം നമ്മൾ നൽകുക എന്നുള്ളത് വാജിബായ കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഒരു രാവും പകലും അവർക്ക് ആതിഥേയത്വം നമ്മൾ വഹിക്കേണ്ടതുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ശേഷമുള്ള 2 ദിവസം അവർക്ക് ആ രൂപത്തിലുള്ള സൽക്കാരങ്ങൾ നൽകുക എന്നുള്ളത് ദീൻ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സുന്നത്തുൻ മുഅക്കദയായ കാര്യമാണ്.
കാര്യമാണ്, വളരെയധികം പുണ്യമുള്ള സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക. അതിനപ്പുറത്തേക്ക് അതിഥി ഉണ്ടെങ്കിൽ അയാളെ നമുക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. സ്വീകരിക്കുകയാണെങ്കിൽ വളരെ പുണ്യമുള്ള സദഖ തന്നെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫഹു ജായിസതഹ. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ അതിഥിയെ ആദരിക്കട്ടെ. ജായിസതഹു എന്ന് പ്രയോഗിച്ചു. സഹാബത്ത് ചോദിച്ചു, വമാ ജായിസതഹു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ അതിഥിയോട് കാണിക്കേണ്ട ജായിസത്ത് എന്താണ്? അവിടുന്ന് പറഞ്ഞു, യൗമുൻ വലൈല, ഒരു ദിവസം അത് വേണം. വൽദിയാഫത്തു സലാസത അയ്യാം, 3 ദിവസം ആതിഥേയത്തിന് നിങ്ങൾ കൊടുക്കണം. ആ ഒരു ദിവസത്തിന്റെ കൂടെ 2 ദിവസം കൂടി നിങ്ങൾക്ക് വേണ്ടത് കൊടുക്കണം. വമാ കാന ഫൗക ദാലിക സദഖ, അതിനപ്പുറത്തേക്കുള്ളതെല്ലാം സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥിയെ ആദരിക്കേണ്ടത്? പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിച്ചു. ഒന്നാമത്തേത് അവർക്ക് വേണ്ട താമസ സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് അവർക്ക് വേണ്ട ഭക്ഷണം നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രസന്നമായ മുഖത്തോടുകൂടിയും അതുപോലെ മധുരമായ സംസാരത്തോടുകൂടിയും പെട്ടെന്ന് അതിഥി സൽക്കാരം ഒരുക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിച്ചുകൊണ്ടും സഹോദരങ്ങളെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിൽ സ്ഥലമുണ്ട് എങ്കിൽ നിർബന്ധമായും ആ അതിഥിയെ, ദൂരനാട്ടിൽ നിന്ന് വന്ന അതിഥിയെ നമ്മളവിടെ പാർപ്പിക്കേണ്ടതുണ്ട്. ഇനി അങ്ങനെ സ്ഥല സൗകര്യമില്ലാത്തൊരുവനാണെങ്കിൽ, അവന് സാമ്പത്തികമായ കഴിവുണ്ടെങ്കിൽ അവന് വേണ്ട ഈ കാലഘട്ടത്തിലൊക്കെ ഉള്ളതുപോലെ ഒരു ഹോട്ടൽ റൂം എടുത്തു കൊടുക്കുക എന്നുള്ളത് അതിഥിയെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽപ്പെട്ടതാണ്. അഥവാ ദൂരനാട്ടിൽ നിന്ന് വരുന്ന അതിഥിയെ. എന്നാൽ നമ്മുടെ കയ്യിൽ അതിനുള്ള പണമില്ല എങ്കിൽ സഹോദരങ്ങളെ നമുക്കറിയാവുന്നതുപോലെ തന്നെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹ, ഒരാളുടെ കഴിവിൽപ്പെടാത്ത കാര്യം അള്ളാഹു ഒരാൾക്ക് നിർബന്ധമാക്കുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ സഹോദരങ്ങളെ അത് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനും ഒരു സുന്നത്തുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല സുന്നത്തായിട്ടുള്ള കാര്യം എന്ന് വളരെ കൃത്യമായി സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ സൽക്കാരവുമായി ബന്ധപ്പെട്ട അതിഥിയോട് കാണിക്കേണ്ട മര്യാദയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇവിടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യം കാണാൻ സാധിക്കും. ആരെങ്കിലുമൊക്കെ അതിഥി സൽക്കരിക്കുന്ന സമയത്ത് ആവശ്യത്തിലധികം, അവർക്ക് കഴിക്കേണ്ടതിലധികം വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയാണോ അതല്ല തെറ്റാണോ എന്നുള്ള ചോദ്യം കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ പറയുന്നു, അത് 3 നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. 3 നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ വരുന്നവർക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ വിളമ്പുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, അത് ആ മനുഷ്യന്റെ കഴിവിൽപ്പെട്ട കാര്യമായിരിക്കണം. ഒരാളടുത്ത് അത്ര പണമില്ല എങ്കിൽ അനാവശ്യമായി കടം വാങ്ങിയിട്ടോ പ്രയാസപ്പെട്ടിട്ടോ ചെയ്യേണ്ടതില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട്, ആരും അതിഥിയുടെ വിഷയത്തിൽ പ്രയാസപ്പെടേണ്ടതില്ല എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ആ ഉണ്ടാക്കിയ ഭക്ഷണം ഒരിക്കലും അതൊരു ദൂർത്താകാൻ പാടില്ല, അഥവാ അത് പാഴായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അതിനുശേഷം മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന രൂപത്തിൽ നമ്മളത് തയ്യാറാക്കിയാൽ മതിയാകുന്നതാണ്. മൂന്നാമത്തത്, തഫാഹുറിന് വേണ്ടി, പരസ്പരം അഹങ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുമാകാൻ പാടില്ല. മറിച്ച് അതിഥിയോടുള്ള സ്നേഹം കാരണത്താൽ, ആദരവ് കാരണത്താൽ നമ്മളത് ചെയ്യുകയാണ് എങ്കിൽ അത് വളരെയധികം പുണ്യമുള്ള കാര്യമാണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. അപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒന്നാമത്, നമ്മുടെ നാവ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ ഗൗരവമുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ സൽക്കർമ്മങ്ങളെ ഇല്ലാതാക്കി കളയുന്ന കാര്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ഒരു ഉപദേശമാണത്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മുടെ അയൽപ്പക്ക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ ഓരോ അയൽവാസിയും ഓരോ മുസ്ലിമും സഹോദരങ്ങൾ ഇത് പാലിക്കുകയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും മുസ്ലിം മഹല്ലുകൾ. അങ്ങോട്ടും ഇങ്ങോട്ടും നന്മകൾ ചെയ്യാനുള്ള മത്സരം, എന്നിൽ നിന്നും ഒരു ഉപദ്രവവും ഒരാൾക്കും ഉണ്ടാവുകയില്ല എന്നുള്ള കൃത്യമായ ഉറപ്പുവരുത്തൽ ഓരോരുത്തരും ചെയ്യുകയാണെങ്കിൽ മനോഹരമായ അയൽപ്പക്ക ബന്ധങ്ങൾ അവിടെ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ അതിഥികൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായി അവരെ സ്വീകരിക്കുകയാണ് എങ്കിൽ സഹോദരങ്ങളെ ബന്ധങ്ങളൊക്കെ കൂടുതൽ ഊഷ്മളമാകാൻ അത് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഇസ്ലാമിന്റെ മര്യാദകൾ പഠിക്കാനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു തആല അവന്റെ മഹത്തായ ഔദാര്യം കാരണത്താൽ നമുക്ക് പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. اللهم اغفر لنا ذنوبنا كلها دقها وجلها سرها وعلانيتها صغيرها وكبيرها يا أرحم الراحمين. اللهم اجرنا من النار
اللهم اجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.